പിന്നെ ശ്രീനാഥ് ഭാസിയെ നമുക്കറിയാമല്ലോ. ഭഗവാനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് ഉൾപ്പെട്ട ലഹരി കേസിൽ അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും. ഓം പ്രകാശിന്റെ മുറിയിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും സന്ദർശനം നടത്തിയ സാഹചര്യത്തിലാണ് പോലീസിന്റെ നീക്കം. ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും ഓം പ്രകാശിന് അറിയില്ലെന്നുമാണ് പ്രയാഗ മാർട്ടിന്റെ പ്രതികരണം. കേസിൽ ഓം പ്രകാശിന് കോടതി ജാമ്യം അനുവദിച്ചു. പ്രയാഗ മാർട്ടിനെയും ശ്രീനാഥ് ഭാസിയെയും ഹോട്ടലിലെത്തിച്ച എളമക്കര സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തു. എന്നെ ഞെട്ടിച്ചത് ഈ പ്രയാഗ മാർട്ടിൻ്റെത്. ഞെട്ടിച്ചത് ഇപ്പോഴല്ല, കുറച്ചു കാലം മുന്നെയാണ് ഞെട്ടിയത്. പിന്നെ ശ്രീനാഥ് ഭാസിയെ നമുക്കറിയാമല്ലോ. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു ബലം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് സിനിമാ മേഖലയിലുള്ള ലഹരി ബന്ധവുമായിട്ട് കൊട്ടേഷൻ്റെ ബന്ധം കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാമല്ലോ. ശ്രീനാഥ് ഭാസിയെ പണ്ടും നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. നമുക്കറിയാം എന്താണ് ശ്രീനാഥ് ഭാസി എന്നുള്ളത്. പലപ്പോഴായിട്ട് ഒക്കെ പുറത്ത് വന്നിട്ടുള്ളതാണ്. ആശാന് മൂട്ടിലിറങ്ങാൻ ഒരു സമയം ഇതുവരെ കിട്ടിയിട്ടുമില്ല. എപ്പോഴേറെ തന്നെയാണ് ജീവിതത്തിലും സിനിമയിലും. അപ്പോൾ പ്രയാഗ മാർട്ടിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഒരു മുറൈ വന്ന് പാത്തായ എന്ന നമ്മുടെ ഉണ്ണി മുകുന്ദനായിട്ടുള്ള മൂവിയിലുള്ള ആ ഒരു പ്രയാഗ മാർട്ടിനാണ്. ഭഗവാനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രയാഗ ഇന്നത്തെ ഈ രീതിയിലോട്ട് മാറി എന്നുള്ളത്. അതായത് ആ സിനിമയിലെ ഒരു പാട്ടുണ്ട്, അരികിൽ പതിയിട നെഞ്ചിൽ ആരോ മൂടും ഗാനം എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട്. ആ പാട്ടിലേക്ക് പ്രയാഗയുടെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം മലയാള തനിമയുള്ള ഒരു കുട്ടിയെ ഒരു വേറെ ലെവലാണ്. ഈ നമ്മുടെ ശാലീന സൗന്ദര്യം എന്നൊക്കെ പറയില്ലേ, അതുപോലെ അത്രയ്ക്ക് കിടിലൻ ലുക്കാണ് ആ സിനിമയിൽ പ്രയാഗയെ കാണാൻ വേണ്ടി. ആ സിനിമയിൽ മാത്രമല്ല, ആ ഒരു റേഞ്ചിലുള്ള ഒരുപാട് സിനിമകളിൽ പ്രയാഗ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ അതിലെല്ലാം അങ്ങനെ തന്നെയാണ്. ആ പ്രയാഗ ഇപ്പോൾ ഒരു 2 വർഷം 2-2.5 വർഷം ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലുക്കെല്ലാം പാടെ അങ്ങ് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ അറയ്ക്കുന്ന രീതിയിൽ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതിനുള്ള ഉത്തരം ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. എന്ത് കഷ്ടമാണല്ലേ. ഇപ്പം നമ്മളീ പറയാറുണ്ട്, ഇപ്പം എങ്ങനെ ജീവിക്കണമെന്നുള്ളത് അവരുടെ ചോയ്സാണ്, അവരുടെ ആഗ്രഹപ്രകാരമാണ് അവർ ജീവിക്കുന്നത്. എന്നാലും എന്തോ കണ്ടപ്പോൾ ഒരു വിഷമം, അത് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളത്. ഈ പല കേസുകളിൽ ഇപ്പം നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും പല വിഗ്രഹങ്ങളും വീണുടഞ്ഞിട്ടുണ്ട്. അവരെന്ത് ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ രീതിയിൽ. ഓക്കെ, സ്റ്റിൽ അവരാരും കുറ്റക്കാരെന്ന് തെളിഞ്ഞിട്ടില്ല, കുറ്റാരോപിതർ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പറയണമെന്ന് തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വിഷയമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.